Hi friends, welcome back to Nijinas Kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബോൾസിന്റെ റെസിപ്പിയുമായിട്ടാണ്. ചീസി ചിക്കൻ ബോൾസ്. ചീസും ചിക്കനും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ കോമ്പിനേഷൻ ആണിത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുകയും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ മിക്സിയിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവുകളൊക്കെ പറഞ്ഞു തരാം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി അല്ലികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലില്ലാത്ത കഷ്ണങ്ങൾ തന്നെ ചേർക്കണം, കാരണം നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. ഇനി നമുക്ക് വെള്ളം ഒട്ടും ചേർക്കാതെ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഇത് നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 കഷ്ണം ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബ്രെഡിന് പകരം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ചിക്കൻ മസാലയും 1/2 സ്പൂൺ ഗരം മസാലയും ഒരു ചെറിയ നുള്ള് കായവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇത് എല്ലാം ഒന്ന് പിടിച്ചു വരുന്നവണ്ണം നല്ലോണം ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ മോസറല്ല ചീസ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഒരു ബോൾസ് പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇനി അതിൻ്റെ നടുവിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മോസറല്ല ചീസ് കൂടി ചേർത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. മോസറല്ല ചീസ് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അത് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചറായി നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ നല്ലതുപോലെ ഇത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നല്ലൊരു ബോൾസിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് നമുക്ക് എല്ലാം പരത്തി നല്ല ബോൾസാക്കി മാറ്റി വെക്കാം. ഞാനിവിടെ എല്ലാം നല്ല ബോൾസായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൈദപ്പൊടിയുടെയും കോൺഫ്ലോറിൻ്റെയും മിക്സിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട വേണം. 2 മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡ് ക്രംസോ നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ റസ്ക് ഒന്ന് പൊടിച്ചതും ചേർക്കാം. റസ്ക് എടുക്കുമ്പോൾ ഫ്ലേവർലെസ് ആയിട്ടുള്ള റസ്ക് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഈ ഓരോ ബോൾസായി ഈ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സിയിലേക്ക് ഒന്നിട്ട് റോൾ ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്കിട്ടൊന്ന് മുക്കിയെടുക്കാം. ഈ ബോൾസിൻ്റെ എല്ലാ സൈഡിലും മുട്ട ആകത്തക്കവണ്ണം നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബ്രെഡ് ക്രംസിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഈ ബോൾ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ നല്ലോണം ഇത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ മറ്റുള്ള ബോൾസ് നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ്ചറിലും മുട്ടയുടെ മിക്സ്ചറിലും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ബ്രെഡ് ക്രംസും കൂടി മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ എല്ലാ ബോൾസും ഇപ്പോൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി 15 മിനിറ്റിന് ശേഷം ഓരോ ബോൾസായി എടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ എപ്പോഴും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിൽ നമ്മൾ വേവിക്കാത്ത ചിക്കനാണ് അരച്ച് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലോണം വെന്ത് കിട്ടണം. അതിനായിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് ഒക്കെ കരിയുകയും എന്നാൽ ഉള്ളിലത്തെ ചിക്കനൊക്കെ വേവാതെയും ആവും. നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം.
ഇതിൻ്റെ എണ്ണയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഉള്ളിൽ ഇത് നല്ല ചീസി ആയിട്ടുണ്ടാവും. ഉള്ളിൽ നമ്മൾ വെച്ച് കൊടുത്ത് ചീസൊക്കെ നല്ല മെൽട്ടായി വരുന്നത് കാണാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലപോലെ ഇത് ചീസി ആയിട്ടുള്ള ചിക്കൻ ബോൾസ് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. അപ്പോൾ പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.